വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടുത്തെ അൽബേനിയയിലെ. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി, വെസ്റ്റേൺ ബാൽക്കൻസ് യൂണിവേഴ്സിറ്റി, WBU. WBU, Faculty of Medical Sciences, Dental Medicine, Economics, Technology and Innovation, Western Balkans University, WBU. കൊള്ളാലോ, കുറേ ഫ്ലാഗുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നോക്കിയേ, അടിപൊളി, നല്ല വൈബ്. നമ്മളിപ്പോ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോവാണ്. മിസ്റ്റർ ഫെർഡിനാൻഡ് റൈറ്റ്? പ്രൊഫസർ ഫെർഡിനാൻഡ് ജാന. ഇതാണ് പ്രസിഡന്റിന്റെ ഓഫീസ്. കൊള്ളാലോ, എല്ലായിടത്തും നമ്മുടെയൊക്കെ നാട്ടിൽ ചെയർമാന്റെ ഓഫീസ് അത് നിങ്ങളും കയറി പോകുന്ന പോലെ ഉണ്ട്. You look fit and perfect. Please. Thank you. Do you want some coffee? No. We just had a coffee. Okay. How is it going? Yeah, it's good. We have been to city for last 3 days. Yesterday we went to Skodra with Agron. Yeah. We went to Montenegro also yesterday. Montenegro. Yeah. ഞങ്ങൾ പ്രസിഡന്റിനെ കണ്ട് നമ്മളിനിയിപ്പോൾ നമ്മുടെ പരിപാടിക്ക് പോവാണ്. അവിടെ എത്ര പിള്ളേർ വെയിറ്റിംഗ് ഉണ്ട് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. കമ്പൽ ചെയ്യുന്നില്ല. 19 പേരെങ്കിലും ഉണ്ടാവോ? 20 പിള്ളേരെങ്കിലും ഉണ്ടാവോ? എത്രയാണെങ്കിൽ എത്ര, നമുക്ക് പോയി നോക്കാം. വാ. ഹായ്. Give a warm welcome to Judith Bakhantiar. He has been a full-time YouTuber since 2016, right? Yep. And he has been on a mission to explore the world, share his adventures, and has visited more than 30 countries. 35. This time you have been in Albania, right? Yes. So how did you find Albania? Albania is beautiful. This is my first time to Albania. First of all, hi everyone. Thank you so much WBU for this opportunity. I think this is the first time I'm interacting with some students in an international university. Thank you so much. All the best for your studies. കൊട്ടാരം പോലുണ്ടല്ലോ ഇത് കാണുമ്പോഴത്തേക്കിനും. ഇത് എല്ലാം ഭയങ്കര സൂപ്പർ. ഇത് ശരിക്കും ഒരു റിസോർട്ട് പോലെ കേട്ടോ ഇവരിത് പണിത് വെച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പം ക്യാമ്പസ് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരും. ഇതാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം. ദിസ് ഈസ് ദ ഓഡിറ്റോറിയം. കൊള്ളാം. ദിസ് ഈസ് ഓൾസോ ഓഡിറ്റോറിയം. ഇവിടെ 2-3 ഓഡിറ്റോറിയംസ് ഉണ്ട്. ഇത് ക്ലാസ് റൂം പോലെ തന്നെയാണ്. അതെ. അതെ. ജോയിന്റ് ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള ഓഡിറ്റോറിയമാണ് ഇവിടെ കാണുന്നത്. ഇത് ക്ലാസ് റൂമും ഓഡിറ്റോറിയം എല്ലാം ഒരേപോലെ. കൂടുതലും അലൈഡ് പ്രോഗ്രാംസാണ്. അലൈഡ് പ്രോഗ്രാംസ് പാരാമെഡിക്കൽ കോഴ്സുകൾ. ഇപ്പോൾ ഫാർമസി, റേഡിയോളജി, അതുപോലെ തന്നെ MLT, പിന്നെ ഓഡിയോളജി, അങ്ങനെ കുറെ പ്രോഗ്രാംസ്. അവർക്കെല്ലാം ഫസ്റ്റ് ഇയറിലൊക്കെ കോമൺ ക്ലാസ്സുകൾ ഉണ്ടാവും. അനാട്ടമി, ഫിസിയോളജിക്കൊക്കെ കോമൺ ആയിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്ലാസ്സിൽ ഫാർമസി സ്റ്റുഡൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ MLT സ്റ്റുഡൻസ് ഉണ്ടാവും, റേഡിയോളജി സ്റ്റുഡൻസ് ഉണ്ടാവും, BPT ഫിസിയോതെറാപ്പി സ്റ്റുഡൻസ് ഉണ്ടാവും. അങ്ങനെ കാരണം ഫസ്റ്റ് ഇയർ അനാട്ടമി, ഫിസിയോളജി ഒക്കെ കോമൺ ലെക്ചേഴ്സ് ആയിരിക്കുമല്ലോ. ഓക്കെ. ഇത് എല്ലാവർക്കും ഫസ്റ്റ് ഇയറിൽ കോമൺ സബ്ജക്ട്സ് ഉണ്ടാവും. സെക്കൻഡ് ഇയർ മുതലാണ് ഡിപ്പാർട്ട്മെന്റ് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും വലിയ ക്ലാസ്. അത് ശരി. ഇത് ശരിക്കും ഒരു പുതിയ യൂണിവേഴ്സിറ്റി ആണോ? പുതിയ യൂണിവേഴ്സിറ്റി അല്ല, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പുതുതായിട്ട് വരുന്നതാണ്. കഴിഞ്ഞ വർഷം മുതലാണ്. സ്റ്റഡി ഇൻ UK വിത്ത് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ്. ഓക്കെ. അപ്പൊ ഇവിടുന്ന് പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും അല്ലേ? അവർക്ക് ക്ലബിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. പറഞ്ഞല്ലോ, ഇവിടുത്തെ കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് UK ഇവിടുന്ന് പഠിച്ച് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസ്. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട്. അതെ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിക്കാം നിങ്ങൾ കോഴ്സിനോടൊപ്പം. അപ്പോൾ അത് കഴിഞ്ഞ് ജർമ്മനിയിലോ ബാക്കിയുള്ള എവിടെയെങ്കിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈസിയാണ്. പിന്നെ ക്ലാസ് റൂമുകളൊക്കെ വേറെ ലെവലാണ് കേട്ടോ. ഫുള്ള്
ഇതെന്ത് സ്പേഷ്യസ്, എല്ലാം ഡബിൾ ഹൈറ്റിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും പിന്നെ കോൺഫറൻസ് ഹാളും സംഭവങ്ങളൊക്കെയാണ്. ഇത് മറ്റൊരു കോൺഫറൻസ് ഹാളാണ് കേട്ടോ. ഇതൊരു ചെറിയ ക്ലാസ് റൂം. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECTS, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മിനിമം ഒരു 13 പേർക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ആണോ? അതിപ്പോൾ യൂറോപ്പിൽ, ഫ്രാൻസിലും ജർമ്മനിയിലും ഓൾ ഓവർ യൂറോപ്പിൽ ഫോളോ ചെയ്യുന്ന സെയിം സിസ്റ്റമാണ് ഇവിടുത്തെ സിസ്റ്റം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേര് മതി ക്ലാസ്സിൽ. നമ്മളെപ്പോലെ 60-100 എന്ന രീതിയിലല്ല. ഓക്കെ. ഒരു 13 ആള് 15 പേരൊക്കെ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവരുടെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. നല്ല വ്യൂ അല്ലേ? അതാണ് മറ്റേ എയർപോർട്ടിലേക്ക് പോകുന്ന ഇവരുടെ ഹൈവേ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു കിടുക്കാച്ചി റെസ്റ്റോറൻ്റ് ആണ്. നോക്കി, ഇതിന്റെ മേളിൽ, യൂണിവേഴ്സിറ്റിയുടെ മേളിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റ്. ഇവിടെ ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയയും മറ്റുമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അകത്ത് ഇവിടെ ഒരു കോഫി ഷോപ്പ്, പിന്നെ ഇവിടെ അകത്ത് ഇത് പൊളിയാട്ടോ, അടിപൊളിയല്ലേ? നല്ല ചെറിയ കാപ്പിയൊക്കെ 100 ലക്കൊക്കെ ഉള്ളൂ. ഇങ്ങനെ സ്റ്റുഡൻസിന് ചെറിയ പൈസയൊക്കെ ആയിരിക്കും ഫുഡൊക്കെ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ അവധിയാണ്, ബാക്കിയുള്ള സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ആരും ഇല്ലാത്തത്. വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച് കുട്ടികളെ നമുക്ക് കാണാമായിരുന്നു. ഇതിൻ്റെയൊക്കെ പുറത്ത് നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അവിടെ ബാക്കിൽ മഞ്ഞുമലകൾ. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ ഈ അൽബേനിയയുടെ? ഇവിടെ നമുക്ക് എക്സ്ട്രീം വിൻ്റർ പോവില്ല. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ ഇവിടെ എക്സ്ട്രീം മൈനസ് വരത്തില്ല, സ്നോഫോൾ ഇല്ല. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങ് ദൂരെ മൗണ്ടൻസിലൊക്കെ മാത്രമേ നമുക്ക് കുറച്ച് സ്നോ എങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അൽബേനിയ നഗരത്തിന്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കൻ മലനിരകള്, പിന്നെ ഇവിടെ പുറകില് താഴെ കാണുന്ന ഒരു നെൽപ്പാടം. ഇത് കിടുവാട്ടോ ഈ യൂണിവേഴ്സിറ്റി. നല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്ന് കയറിയപ്പോ തന്നെ ഞാൻ പറയുന്നൊരു കാര്യമല്ലേ, ഒരു റിസോർട്ട് പോലെ. അതാണ് സംഭവം. അടിപൊളിയായിട്ട് നല്ല കിടുക്കാച്ചിയായിട്ടാണ് പണിതിരിക്കുന്നത്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിലും നല്ല വ്യൂ ഉണ്ട്. ഇത് കണ്ടോ, ഇത് കോളേജിന്റെ റൈറ്റ് സൈഡാണ്. ആ ഭാഗത്തെങ്ങാണ്ടായിട്ടാണ് എയർപോർട്ട് വരുന്നത്. ആ എയർപോർട്ടിലേക്കുള്ള ഒരു ഹൈവേ ആണ് ഈ കാണുന്നത്. അടിപൊളി സ്ഥലമല്ലേ? വിമാനം പോകുന്നു, ഏതോ ഒരു വിമാനം പോവുകയാണ് സുഹൃത്തുക്കളെ. അവിടെ കേട്ടോ എയർപോർട്ട്, ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാം. നമ്മളിപ്പോൾ ഈ വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റിയിലല്ലേ, ഈ യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകളാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ തൊട്ടടുത്ത് ബാംഗ്ലൂർ പോയി പഠിക്കുന്നതിലും റേറ്റ് കുറച്ച് നമുക്ക് ഇവിടെ യൂറോപ്പിൽ അൽബാനിയയിൽ വന്ന് പഠിക്കാൻ സാധിക്കും. അതാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ലാംഗ്വേജ് പഠിക്കാം, ഇവിടെ തന്നെ ലാംഗ്വേജ് പഠിപ്പിക്കും. നിങ്ങൾ ലാംഗ്വേജ് ഇവിടെ വരുന്നതിന് വേണ്ടി ലാംഗ്വേജ് പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഇവിടെ ഇംഗ്ലീഷിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. റേറ്റ് കുറവാണ്, പിന്നെ നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം കിട്ടും. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോടൊപ്പം നമുക്ക് പഠിക്കാം എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതെ, പാർട്ട് ടൈം ജോബ്സും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടുത്തെ അനാറ്റമി ലാബിലാണ് നിൽക്കുന്നത്. ഡിജിറ്റൽ മറ്റേ കെടാവറും ബാക്കിയുള്ള സംഭവങ്ങളും ബാക്കി പല സംഭവങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കാനായിട്ട് പോകുന്നത് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഈ അൽബേനിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിലേക്കുള്ളൊരു എൻട്രി ആണ് ബേസിക്കലി കിട്ടുന്നത്, അല്ലേ? ഓഫ് കോഴ്സ് യൂറോപ്പിലേക്കുള്ളൊരു എൻട്രി ആണ് കിട്ടുന്നത്. നമുക്ക് ജർമ്മൻ പഠിക്കാം. ജർമ്മൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് വിദേശത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ രാജ്യത്ത് നമുക്ക് മെഡിക്കൽ രംഗത്ത് ഒരു ജോലി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കൊള്ളാലോ, ഇരിക്കുന്ന സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് പഠിപ്പിക്കുന്ന പരിപാടികളാണ്, അല്ലേ? അതെ. ഇങ്ങനെ കുറേ ലാബും കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. എന്തായാലും നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ കോഴ്സുകൾ മാത്രമല്ല ഉള്ളത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സുകളുണ്ട്, ഡേറ്റാ സയൻസ് കോഴ്സുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. സെപ്റ്റംബറിലാണ് അടുത്ത ഇൻടേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും +2 കഴിഞ്ഞ് നിൽക്കുകയാണോ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് നിങ്ങൾ വേറെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അനാറ്റമി എന്ന് പറഞ്ഞ സബ്ജക്റ്റില്ലേ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ അറ്റ്ലസ് എന്ന് പറഞ്ഞ ബുക്ക്. നമ്മുടെ നാട്ടിലുള്ള സ്റ്റുഡൻസും മെഡിക്കൽ സ്റ്റുഡൻസും ഈ പാരാമെഡിക്കൽ സ്റ്റുഡൻസും സെയിം ബുക്ക് തന്നെ യൂസ് ചെയ്യുന്നു. ആണോ? സെയിം ബുക്ക് തന്നെ ഇവിടെ യൂസ്. അതല്ലെങ്കിൽ പിന്നെ BD ചൗരേഷിയുടെ വേറെ ബുക്സ് ഉണ്ട്, സത്യനാരായണന്റെ ബയോകെമിസ്ട്രി, സെയിം ബുക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. സത്യനാരായണന്റെ ബുക്കൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടോ? ഹ്യൂമൻ ബോഡി ഓൾ ഓവർ ദ വേൾഡിൽ സെയിം അല്ലേ? ശരി. അവിടെ പഠിക്കുന്ന മീൻസ് ടെക്നോളജി ഒക്കെ ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഹ്യൂമൻ ബോഡി സെയിം അല്ല, അപ്പോൾ സെയിം ബുക്സ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ 2-3 പേരെ കൂടെ കണ്ടിരിക്കുകയാണ്. പേരെന്താ? ഗായത്രി. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. അപ്പോ നിങ്ങളിവിടെ ഹോസ്റ്റൽ എങ്ങനെയാ പരിപാടി? നല്ല ഹോസ്റ്റലാണ്.
ഫുഡൊക്കെ കുക്ക് ചെയ്യും. അത് ശരി, ഓക്കെ. ആ പിന്നെ പുറത്തുനിന്നൊക്കെ കഴിക്കാറില്ലേ? അൽബിനി ഫുഡ് അടിപൊളിയല്ലേ? അല്ലേ? അടിപൊളിയാണ്. എന്നാലും നമ്മുടെ ചോറും മീൻകറി മീൻകറിയുടെ അത്രയും തരില്ല അതല്ലേ? ഇല്ല അല്ലേ? ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹാപ്പി. നൈസ് ടു മീറ്റ് യു. ഇവര് ഞങ്ങൾക്ക് ചോറും മോരുകറിയൊക്കെ തരാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ വേറെ എവിടെയോ കൂട്ടിക്കൊണ്ട് പോവാണ്. എന്തായാലും ചോറും മോരുകറിയും മിസ് ചെയ്തു കേട്ടോ. കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം ഞാൻ വരും. ഞാൻ ഇനി അൽബേനിയ വരുന്നുണ്ട്. അന്നേരം ഡെഫിനറ്റ്ലി നിങ്ങൾ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരണം. ഓക്കെ, അപ്പൊ ശരി, ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് പുറത്തേക്ക് പോവാം.